ഹേ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നാക്കണി പോയല്ലേ മാംഗ്ലൂരിൽ ഫേമസ് ആയി ഗോലി ബജി എങ്ങനെ ആക്കണി വെച്ചിട്ട് നോക്കതിരി. ഫസ്റ്റ് ഞാൻ ഇവിടെ 1/2 kg മൈദത്തിൻ്റെ പൊടി എടുത്തിനെ. അതിലേക്ക് ಬೇವುಚೊಪ್ಪು, ഇഞ്ചി, കുറച്ച് ജീരക, കുറച്ച് ഉപ്പിൻ്റെ പൊടി, കുറച്ച് പഞ്ചാര, താങ്ങിയ കട്ടാക്കി വെച്ചത്, കുറച്ച് സോഡത്തിൻ്റെ പൊടി, 1/2 ലിറ്റർ തൈര്. ഇത് ഫുള്ളി ഇങ്ങനെ മിക്സ് ആക്കണം. കുറച്ച് തണ്ണി ബീത്തിട്ട് ഇങ്ങനെ കളിക്കി. കുറേ തണ്ണി ബീത്തണ്ട, കുറേ ಗಟ್ಟಿ ಮಾವನಿ ತೀರ കുറേ തണ്ണി പല മാവണി തീര മീഡിയം എടുക്കണം. ഗൈസ് എൻ്റെ കുക്ക് ബൈറ്റ്സ് വിത്ത് ചുമ്മി ചാനലിൽ എൻ്റെ കുറേ വീഡിയോസ് എല്ലാം ഉണ്ട് ഗൈസ്. എല്ലാവരും നോക്കണേ ട്രൈ ആക്കിയാവ. അതേപോലെ എൻ്റെ സബ്സ്ക്രൈബ് ആക്കാതെ കുറേ ആൾക്കാർ വീഡിയോസ് എല്ലാം നോക്കിയോണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ആക്കി അതേപോലെ സപ്പോർട്ടും ആക്കി. പിന്നെയും കുറച്ച് ജീരക ഇട്ട് ഇങ്ങനെ കയ്യിൽ മിക്സ് ആക്കും. സ്പൂണിൽ അത്ര നല്ലോണം മിക്സ് ആക്കുക, ഇങ്ങനെ കയ്യിൽ മിക്സ് ആക്കി ഇങ്ങനെ. ഒരു 4 മണിക്കൂർ റെസ്റ്റ് വെക്കുന്ന നോക്കിയാൽ പിന്നെ എടുത്തിട്ട് ഇങ്ങനെ ഓയിൽ നല്ല കാഞ്ഞ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇങ്ങനെ ഇടുമ്പോഴേക്കും കുറച്ച് സ്പൂണിലിടണം. സ്പൂണിലിട്ട് എങ്ങനെയല്ല, ഇല്ലെങ്കിൽ കയ്യിൽ വാങ്ങും. കയ്യിൻ്റെ കുറച്ച് ചണ്ടിയാക്കിയിട്ട് അങ്ങനെ ഇട്ടെങ്കിൽ മാവും. അതിൻ്റെ കാട്ടി ഇങ്ങനെ സ്പൂണിൽ നല്ല. ಬೇವು ಗೋಲ್ಡನ್ കളറാണ്. അത് ചിലപ്പോൾ പഞ്ചാരിട്ടതല്ലേ അങ്ങനെ വെക്കൂ. അത് വെന്തിട്ടിരിക്കുന്നില്ല. കുറച്ച് നേരം ഇങ്ങനെ കായ്ക്ക് കാഞ്ഞ പിന്നെ എടുക്കണം. നോക്കി ഇപ്പോൾ ഇത് റെഡിയായി. നോക്കി പിന്നെ ഞാൻ അങ്ങനെ കായ്ക്കുന്നത്.
നോക്കി ഗൈസ് എത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിനി. എല്ലാവരും ഒരിക്കൽ ട്രൈ ആക്കിയിട്ട് എനിക്ക് കമൻറ്റ് ആക്കി ഗൈസ്. ഞാൻ ഇവിടെ അതിൻ്റെ ചട്നിക്ക് റെഡി ആക്കുന്നേ. ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു താങ്ങി ചതച്ചതിട്ടുണ്ടല്ലേ. പാതി നീരുള്ളി, പച്ച കായ്മുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് ഉപ്പിൻ്റെ പൊടി, കുറച്ച് തണ്ണി. കറീൻ്റെ പുളി വേണമെങ്കിൽ ആഡാക്കി, ഇല്ലെങ്കിൽ സ്കിപ്പാക്കിയവ. നോക്കി ഗൈസ് ചട്നി റെഡിയായി. ഇതിലേക്ക് കുറച്ച് ಬೇನೆಂಗೆ ಒಗ್ಗರಣೆ ಹಿಡಿಯವ. ഞാൻ ഇവിടെ ಒಗ್ಗರಣೆ എന്തും ഇട്ടിട്ടില്ല. ಗೋಲಿ ಬಜ್ಜಿയും ചട്നി റെഡിയായി ഗൈസ്. എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം നോക്കുന്നവരായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. അതേപോലെ കമൻസും ആക്കി ഷെയറും ആക്കി ഇൻഷാ അള്ളാ എന്നൊരു കുക്കിംഗ് വീഡിയോയിൽ കാണാം.